Dear students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 different types of stress and strain. സ്ട്രെസ്സിനും സ്ട്രെയിനുള്ള 3 വ്യത്യസ്ത തരം ഭാഗങ്ങൾ, വ്യത്യസ്ത തരത്തിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും. അതുകൊണ്ട് തന്നെ ഈ സ്ട്രെസ്സും സ്ട്രെയിനും മൂലം ഉണ്ടാകുന്ന 3 കോൺസ്റ്റന്റ്സ്, ഹൂക്സ് ലോയിൽ വന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റുമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സും സ്ട്രെയിനും എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സോളിഡിന്റെ 3 ഡയമെൻഷൻസ് നമുക്ക് മാറ്റാൻ പറ്റുന്നത് കൊണ്ട് തന്നെ 3 തരത്തില് സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ട്. 3 ഡയമെൻഷൻസ് ഉദ്ദേശിച്ചത് ഒരു വസ്തുവിന്റെ എന്തൊക്കെ മാറ്റാം, ലെങ്ത് മാറ്റാം, വോളിയം മാറ്റാം, അതുപോലെ ആംഗിളോ അല്ലെങ്കിൽ ഷേപ്പോ മാറ്റാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 3 തരത്തിലാണ് സ്ട്രെസ്സും സ്ട്രെയിനും വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ ലെങ്ത് ആണ് മാറുന്നതെങ്കിൽ ആ സ്ട്രെസ്സിനെ ലെങ്ത് എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ ലെങ്ത്തില് ഉള്ള മാറ്റം എന്ന് കാണിക്കാൻ ലീനിയർ സ്ട്രെസ് എന്ന് പറയാം, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയാം. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ ഇതിന്റെ ഒരു പേരാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, അല്ലെങ്കിൽ ഇതിന്റെ വേറൊരു പേരാണ് ലീനിയർ സ്ട്രെസ് ഓർ ടെൻസൈൽ സ്ട്രെസ്. ഈ 3 പേരിലും ഈ ഒരു ലെങ്ത് മാറുന്നതിനെ നമ്മൾ അറിയപ്പെടാറുണ്ട്. വേറെ വേറെ പേരുകളാണ് മാത്രം, പക്ഷെ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പൊ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാലും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞാലും ലീനിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാലും ഒരേ വാല്യൂ തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഇപ്പൊ ടെൻസൈൽ സ്ട്രെസ് ആയാലും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആയാലും ലീനിയർ സ്ട്രെസ് ആയാലും ഒന്ന് തന്നെയാണ്. അതിന്റെ ഫോർമുല എന്താണ്? F/A. ഇനി ഇങ്ങനെ ലെങ്ത് ആണ് മാറുന്നതെങ്കിൽ നമുക്ക് ഇവിടെ സ്ട്രെയിനും ഇതുപോലെ തന്നെ 3 പേരുകൾ, ഇതേ പേരുകൾ തന്നെ കൊടുക്കാം. സ്ട്രെസ് എന്നുള്ളടത്ത് സ്ട്രെയിൻ ആക്കാന്ന് മാത്രം. ദാറ്റ് ഈസ് വെൻ ലെങ്ത് ഈസ് ചേഞ്ചിങ് ദെൻ ദ സ്ട്രെയിൻ ഈസ് കോൾഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ, അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെയിൻ. ഇതിനെല്ലാം ഇപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിന്റെ ഫോർമുല എന്താന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ഒന്ന് തന്നെയാണ്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ആണ് സാധാരണ സ്ട്രെയിനിന് കൊടുക്കാറ്. ആ ഡയമെൻഷൻ ഇവിടെ മാറുന്നത് എന്താണ്? ലെങ്ത് ആണ്. അതുകൊണ്ട് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇതിനെ നമുക്ക് ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സിമ്പിൾസ് ഒക്കെ ഉപയോഗിക്കണം, അല്ലെ? അപ്പൊ ലെങ്ത്തിൽ വന്ന മാറ്റം എങ്ങനെ കണ്ടുപിടിക്കുക? ഫൈനൽ ലെങ്ത് ബൈ ഇനീഷ്യൽ ലെങ്ത്. അതിനെ നമുക്ക് ഡെൽറ്റ എൽ കൊണ്ട് സൂചിപ്പിക്കാം. ഒറിജിനൽ ലെങ്തിനെ വെറും എൽ കൊണ്ടും. അപ്പോ എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റ എൽ ബൈ എൽ. ഓക്കെ, ഇനി വോളിയം ആണ് മാറുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? വോളിയം സ്ട്രെസ് എന്ന് പറയാം. വോളിയം സ്ട്രെസ്. ഇതിന്റെ വേറൊരു പേരാണ് ഹൈഡ്രോളിക് സ്ട്രെസ്. അതായത് പ്രഷറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സ്ട്രെസ്. വോളിയം മാറുമ്പോൾ പ്രഷറിനുള്ള വ്യത്യാസം കൂടി കണക്കിൽ വരുന്നു, അല്ലെ? അതുകൊണ്ട് തന്നെ വോളിയം സ്ട്രെസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് പറയാം. ഈ വോളിയം സ്ട്രെസ് എന്ന് പറഞ്ഞാലും ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് പറഞ്ഞാലും ഇതിന്റെ ഫോർമുല എന്താണ്? ഈക്വൽ ടു ആണ് കേട്ടോ. ഹൈഡ്രോളിക് സ്ട്രെസ് ഈക്വൽ ടു എന്ന് പറയുന്നത് തന്നെയാണ് F/A എന്നാണ്. പക്ഷേ ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഫോഴ്സ് ബൈ ഏരിയനെ എന്താണ്? പ്രഷർ എന്ന് എഴുതാം, അല്ലെ? പി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ. അപ്പോ വോളിയം സ്ട്രെസ് എന്ന് വരുന്ന സ്ഥലത്ത് പ്രഷർ എന്ന് മാത്രം എടുക്കാം, അല്ലെങ്കിൽ F/A എന്ന് എടുക്കാം. ഇത് 2 ഫോർമുല ഉപയോഗിക്കാം. ഇനി അതുപോലെ വോളിയം മാറുമ്പോഴുള്ള സ്ട്രെയിനെ നമുക്ക് എന്ത് പേര് കൊടുക്കാം? വോളിയം സ്ട്രെയിൻ, അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രെയിൻ. വോളിയം സ്ട്രെയിൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഫോർമുല? എന്തായിരിക്കും? ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഇവിടെ ഡയമെൻഷൻ ലെങ്ത് എന്നുള്ളത് മാറി വോളിയം ആയി മാറി. അപ്പോ ചേഞ്ച് ഇൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡയമെൻഷൻ എന്നുള്ളിടത്ത് വോളിയം എന്ന് കൊടുത്തു. അപ്പൊ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ആദ്യം ഉണ്ടായിരുന്ന വോളിയം. അപ്പൊ ഇതിനെ നമുക്ക് എന്താ ഇതിനെ ഫോർമുല എടുക്കുക? ഇവിടെ ലെങ്ത് എന്ന് വന്നുകൊണ്ട് ഡെൽറ്റ എൽ ബൈ എൽ എന്ന് എടുത്തു. അപ്പൊ വോളിയം എന്ന് വരുമ്പോഴോ ദിസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി. വി എന്ന് പറയുന്നത് വോളിയം.
ഓക്കെ, ഇനിയാണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കേസ് വരുന്നത് ഷേപ്പ് മാറുക. ഷേപ്പ് മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വസ്തു ഇപ്പൊ ഇങ്ങനെ ഇരുന്നിരുന്ന ഒരു വസ്തു ഇതിലേക്ക് ഇവിടെ ടാൻജൻഷ്യൽ ആയിട്ട് ഫോഴ്സ് കൊടുത്തപ്പോ, അതായത് ഈ ഭാഗം ഫിക്സ് ചെയ്തിരിക്കുകയാണ്, ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്തപ്പോ ഈ വസ്തുവിന് ഒരു ചെരിവ് വന്നു. അപ്പൊ അതിന്റെ ഷേപ്പ് മാറി അല്ലെ. ആ ചെരിവ് ഇവിടെ ഒരു ആംഗിൾ ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ആംഗിൾ അല്ലെങ്കിൽ ഷേപ്പ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ വരുമ്പോ ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ട്, അതും ടാൻജൻഷ്യൽ ആയിട്ട്, എന്താ ടാൻജൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു സൈഡില് മാത്രം, നടുവിലല്ല കൊടുക്കുന്നത്. ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു വ്യത്യാസം ആ വസ്തുവിന്റെ ഷേപ്പിലോ അല്ലെങ്കിൽ അതിന്റെ ആംഗിളിലോ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു പുതിയ ഡയമെൻഷനും കൂടി വ്യത്യാസം വരുന്നു എന്ന് പറയുന്നത്. ഇതിനൊരു പ്രത്യേക പേരാണുള്ളത്. ഇറ്റ് ഈസ് കോൾഡ് ഷിയറിംഗ് സ്ട്രെസ്. ഷിയറിംഗ് സ്ട്രെസ്. ഷിയറിംഗ് സ്ട്രെസ് എന്നുള്ളതിന്റെ ഫോർമുലയും F/A തന്നെയാണ്. ഇവിടെ എല്ലാം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം സ്ട്രെസ്സിന്റെ ഫോർമുല എന്താണ്? ജനറൽ ഫോർമുല തന്നെയാണ് F/A. പക്ഷെ സ്ട്രെയിന്റെ ഫോർമുല എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. അപ്പൊ എന്തായിരിക്കും ഷിയറിംഗ് സ്ട്രെയിൻ? ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ആംഗിളിലുള്ള വ്യത്യാസമാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിനെ തീറ്റ എന്ന് മാത്രം എടുക്കാം. ഈ തീറ്റ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ എടുത്തത് ഈ ഒരു മാറ്റം കൺസിഡർ ചെയ്തിട്ടാണ്. ഈ വസ്തു ഇങ്ങോട്ട് ചെരിഞ്ഞു, ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോ അവിടെയുള്ള ആംഗിൾ ആണ് തീറ്റ അല്ലെ. ഈ തീറ്റ ഇവിടെ നിന്ന് ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് നീങ്ങിയപ്പോ ഇവിടെ ഉണ്ടായ വ്യത്യാസം ഡെൽറ്റ എക്സ് ആണ്. നോക്കി, ആദ്യം ഉണ്ടായിരുന്ന പൊസിഷനിൽ നിന്ന് പിന്നത്തെ പൊസിഷനിലേക്കുള്ള വ്യത്യാസം. ഇതിന്റെ ഈ ഭാഗത്തെ നീളം, അതായിരുന്നു ഇവിടുത്തെ ഈ ഭാഗം ഉണ്ടായിരുന്നത്, അതിന് നമുക്ക് എൽ എന്നാണ് എടുക്കുന്നതെങ്കിൽ ടാൻ തീറ്റ ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ എൽ എന്ന് എഴുതാലോ അല്ലെ. ടാൻ തീറ്റ, ഈ തീറ്റ വളരെ ചെറുതായിരിക്കും, അത്ര വലിയ നീക്കൊന്നും ഇതിന് ഉണ്ടായിണ്ടാവില്ല, ഈ വരച്ചത്ര പോലും ഉണ്ടായിണ്ടാവില്ല. അപ്പോ തീറ്റ വളരെ ചെറുതാണെങ്കിൽ ടാൻ തീറ്റ എന്ന് എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് തീറ്റ ഈക്വൽ ടു എന്ന് തന്നെ എഴുതാം. എന്താണ്? ഡെൽറ്റ എക്സ് ബൈ എൽ. അപ്പോൾ ആവശ്യം വരുന്ന സ്ഥലത്ത് ഷിയറിംഗ് സ്ട്രെയിന് ഡെൽറ്റ എക്സ് ബൈ എൽ എന്ന ഫോർമുല ഉപയോഗിക്കാം. സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ആംഗിൾ, ഈ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എത്ര ആംഗിള് ഇങ്ങോട്ട് മാറി എന്നതാണ്. ഓക്കെ, അപ്പം 3 തരത്തിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്ട്രെസ്സിന് ഏത് തരം സ്ട്രെസ് ആണെങ്കിലും ഫോർമുല F/A എന്നാണ്. അതിൽ ഹൈഡ്രോളിക് സ്ട്രെസ് വരുമ്പോൾ അവിടെ നമുക്ക് F/Aക്ക് പകരം നേരിട്ട് പ്രഷർ കൊടുക്കാം. പക്ഷെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, അതുപോലെ വോളിയം സ്ട്രെയിൻ, ഷിയറിംഗ് സ്ട്രെയിൻ എല്ലാം വ്യത്യാസമുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അഥവാ ഈ ടെൻസൈൽ സ്ട്രെയിൻ എന്നൊക്കെ പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, കണ്ട ഫോർമുല തന്നെ വ്യത്യാസമുണ്ട്. ഇവിടെ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം, അതും വ്യത്യാസമുണ്ട്. ഇവിടെ ആയപ്പോ തീറ്റ എന്ന് വന്നു. ഓക്കെ, അപ്പൊ ഇതാണ് 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് അല്ലെ, 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെയിൻ. അപ്പൊ വാട്ട് ആർ ദ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെ പറയാം? ഏതെങ്കിലും ഒരു പേര് പറഞ്ഞാൽ മതി. ലീനിയർ സ്ട്രെസ് 1, വോളിയം സ്ട്രെസ് 2, 3 ഷിയറിംഗ് സ്ട്രെസ്. ഏതൊക്കെയാണ് 3 തരത്തിലുള്ള സ്ട്രെയിൻ എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ലീനിയർ സ്ട്രെയിൻ, വോളിയം സ്ട്രെയിൻ, ഷിയറിംഗ് സ്ട്രെയിൻ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇലാസ്റ്റിക് മോഡുലായി അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റീസ്. ഉണ്ടോ ഇവിടെ രണ്ടോ അതിലധികമോ വരുമ്പോഴല്ലേ നമ്മളിങ്ങനെ ഇലാസ്റ്റിസിറ്റീസ് എന്ന് പറയാം. അപ്പൊ ഇലാസ്റ്റിക് മോഡുലസ് എന്ന് പറയുന്നതിന് പകരം ഇലാസ്റ്റിക് മോഡുലായി എന്ന് പറയും. ഇത് ഐ ആണ് കേട്ടോ. മോഡുലായി എന്ന് മനസ്സിലാക്കാനാണ്, ഉറപ്പിക്കാനാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് എത്ര തരത്തിലുണ്ട്? സാധാരണ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇലാസ്റ്റിക് മോഡുല വന്നത് എവിടെ നിന്നാണ്? ഫ്രം ഹൂക്സ് ലോ അല്ലെ. ഹൂക്സ് ലോയില് എന്താണ് പറയുന്നത്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലെ. ആ കോൺസ്റ്റന്റിനെയാണ് എന്ത് പറയുന്നത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. ഈ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ ഈ പേര് വിളിച്ചത്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഈ കെ 3 തരത്തിലുണ്ട്. 3 തരത്തില് സ്ട്രെസ്സും 3 തരത്തില് സ്ട്രെയിനും ഉണ്ടാവുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 തരത്തിലുള്ള കോൺസ്റ്റന്റും ഉണ്ടാവും അല്ലെ. അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഇതുപോലെ നമുക്ക് കമ്പയർ ചെയ്ത് ഡിസ്കസ് ചെയ്താൽ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, 3 തരത്തിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 3 തരത്തിലുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അതിൽ ആദ്യത്തെയാണ് യങ്സ് മോഡുലസ്, രണ്ടാമത്തെ ബൾക്ക് മോഡുലസ്, മൂന്നാമത്തെ ഷിയർ മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ്. അപ്പൊ ഇതിനൊക്കെ നീ ഒരു സിമ്പിൾ കൊടുക്കാം.
യങ്സ് മോഡുലസ് എന്ന് നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ Y ആണ് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുക. ബൾക്ക് മോഡുലസ് എന്ന് എഴുതുമ്പോൾ എപ്പോഴും B ആണ് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുക. റിജിഡിറ്റി മോഡുലസ് എഴുതുമ്പോൾ പക്ഷെ R അല്ല ഉപയോഗിക്കുക, റിജിഡിറ്റിയിലെ G ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ക്യാപിറ്റൽ ലെറ്റർ G. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യങ്സ് മോഡുലസിന്റെ ഫോർമുല എന്തായിരിക്കും? വാട്ട് ഈസ് യങ്സ് മോഡുലസ്? നമുക്കറിയാം ഇത് ആദ്യത്തെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് അല്ലെ. അതായത് ആദ്യത്തെ സ്ട്രെസ്, ആദ്യത്തെ ഷേപ്പിൽ വരുന്ന ഡയമെൻഷനിലെ ആദ്യത്തെ ഏതാണ്? ലെങ്ത് ആണ് അല്ലെ. അപ്പൊ ലെങ്ത്തിൽ മാറ്റം വരുമ്പോഴുള്ള മോഡുലസ് ആണ് യങ്സ് മോഡുലസ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ഏതെങ്കിലും ഒരു പേര് ഉപയോഗിച്ച് എഴുതാം. ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ. സാധാരണ എല്ലാ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. പക്ഷെ യങ്സ് മോഡുലസ് എന്ന് പ്രത്യേകം പറഞ്ഞാൽ അതെന്താണ്? ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ ആണ്. ഇതാണ് ഇതിന്റെ ഫോർമുല. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ആണിത്. y is equal to ഇവിടെ ഇടാം. y is equal to linear stress by linear strain. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫോർമുല എന്താണ്? F by A by delta L by L. കുറെ ബൈ ഒക്കെ ഉണ്ട് അല്ലെ. എല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഒറ്റ ഫോർമുല ആക്കാം. y is equal to F L by A delta L. ഓക്കെ, ഇതാണ് യങ്സ് മോഡുലസ് കാണാനുള്ള ഫോർമുല, ജനറൽ ഫോർമുല. ഇനി സപ്പോസ് നമുക്ക് ഈ ഫോഴ്സ് കൊടുക്കുന്നത് ഒരു വെയിറ്റ് ആണെന്ന് വിചാരിക്കും. ഇഫ് F is equal to mg ആൻഡ് അതൊരു വയറിന്റെ ആണെന്ന് വിചാരിക്കും. ഒരു വയർ ഏരിയ എന്തായിരിക്കും? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയിരിക്കും അല്ലെ. അതായത് ഒരു സർക്കിളിന്റെ ഏരിയ. അപ്പൊ ഇതൊരു ഫോർ എ വയർ. അപ്പൊ വയറിന്റെ കേസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയയുടെ സ്ഥാനത്ത് നമ്മൾ എന്തെടുക്കണം? പൈ ആർ സ്ക്വയർ എടുക്കണം. അങ്ങനെ വരുമ്പോ y എന്തായി മാറും? എഫിന്റെ സ്ഥാനത്ത് ഇവിടെ mg എന്ന് കൊടുക്കുക. അപ്പൊ mgl ബൈ പൈ ആർ സ്ക്വയർ ഡെൽറ്റ എൽ ഇങ്ങനെയായി മാറി. അപ്പൊ പ്രോബ്ലമിലൊക്കെ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നത് ഈ ഒരു ഫോർമുലയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഫോർമുല ഫസ്റ്റ് ഫോർമുല എഴുതിയിട്ട് അതിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതൊരു ഫോർമുല കൂടി പഠിച്ചു വയ്ക്കാൻ ഒരു വിഷമവും അല്ലെ. അടുത്തത് എന്താണ്? ഇതിന്റെ യൂണിറ്റ്, SI യൂണിറ്റ് ഒന്ന് കണ്ടുപിടിക്കാം. എന്താണ് SI യൂണിറ്റ്? സ്ട്രെസ്സിന് മാത്രമേ യൂണിറ്റ് ഉള്ളൂ, സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല അല്ലെ. അപ്പൊ എന്താണ് യങ്സ് മോഡുലസിന്റെ SI യൂണിറ്റ്? SI യൂണിറ്റ് ഓഫ് y ഈസ് ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 അല്ലെങ്കിൽ പാസ്കൽ. സ്ട്രെസ്സിന്റെ അതേ യൂണിറ്റ് ആണ് യങ്സ് മോഡുലസിനുള്ളത്. എന്താണ് ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല? സ്ട്രെസ്സിന്റെ അതേ ഡയമെൻഷണൽ ഫോർമുല. കാരണം എന്താ? സ്ട്രെയിനിന് ഡയമെൻഷണൽ ഫോർമുല ഇല്ല. അത് ഏത് തരം ആയിക്കോട്ടെ അതിന് ഡയമെൻഷണൽ ഫോർമുല ഇല്ല. അപ്പൊ L റേസ് ടു -1 T റേസ് ടു -2. ഓക്കെ, ഇനി ഈ യങ്സ് മോഡുലസിന്റെ ചില സ്പെഷ്യൽ കേസസ് പറയാം. മെറ്റൽസിന് യങ്സ് മോഡുലസ് വളരെ കൂടുതലാണ്. അപ്പൊ അതൊരു പോയിന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ടതാണ്. y ഈസ് വെരി ലാർജ് ഫോർ മെറ്റൽസ്. മെറ്റൽസിന് മറ്റുള്ളവയെ അപേക്ഷിച്ച് വൈയുടെ വില വളരെ കൂടുതലാണ്. പക്ഷെ ഗ്ലാസ്, ബോൺ അങ്ങനെയുള്ളതിനൊക്കെ വളരെ സ്മോൾ ആണ്. y ഈസ് വെരി സ്മോൾ ഫോർ ഗ്ലാസ്, വുഡ് മരം, അതുപോലെ കോൺക്രീറ്റ്, ബോൺ, എല്ല് എക്സെട്ര. ഇപ്പൊ കുറഞ്ഞത് ഏതാണ് കൂടുതൽ ഏതാണ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. വസ്തു ഇലാസ്റ്റിസിറ്റി കൂടുതലാണ് എന്ന് എങ്ങനെ പറയാം? സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. അപ്പോ അതിന് കാരണം എന്താണ്? യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് റബ്ബർ. എന്താണ് എങ്ങനെ കണ്ടുപിടിക്കുക സ്റ്റീലിന്റെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്റ്റീലിന്റെ വയറുമേ നമ്മൾ ഒരു വെയിറ്റ് തൂക്കിയിട്ടു. അപ്പൊ അതിന് കാര്യമായ ഇലോങ്ങേഷൻ ഉണ്ടാവില്ല, നീളം വല്ലാണ്ട് കൂടുന്നില്ല. അതേ വെയിറ്റ് പക്ഷെ റബ്ബറിന് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോവാം അല്ലെ. അപ്പോ നമുക്ക് യങ്സ് മോഡുലസിന്റെ ഫോർമുല എന്താണ്? ഫോഴ്സ് ഇൻറ്റു ലെങ്ത് ബൈ ഏരിയ ഇൻറ്റു ഡെൽറ്റ എൽ. അതായത് ഫോഴ്സ് കൂടിക്കഴിഞ്ഞാൽ, അപ്ലൈ ചെയ്യാവുന്ന ഫോഴ്സ് കൂടുതലാണെങ്കിൽ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട്. അപ്പോൾ ഫോഴ്സ് കൂടിയ യങ്സ് മോഡുലസ് കൂടും. ചേഞ്ച് കൂടിയാലോ യങ്സ് മോഡുലസ് കുറയുകയും ചെയ്യാം. അപ്പൊ സ്റ്റീലിനെ സംബന്ധിച്ച് ഫോഴ്സ് തൂക്കിയിട്ടപ്പോൾ നീളത്തിൽ വലിയ വ്യത്യാസമൊന്നും വന്നില്ല എന്ന് പറഞ്ഞാൽ ചേഞ്ച് വളരെ വളരെ കുറവാണ്. അപ്പോഴും യങ്സ് മോഡുലസ് കൂടുതലാണ്. പക്ഷെ റബ്ബറിനോ
ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴേക്കും ചേഞ്ച് വളരെയധികം സംഭവിക്കും. അപ്പൊ അതിന്റെ യങ്സ് മോഡുലസ് എന്താണ്? സ്റ്റീലിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, യങ്സ് മോഡുലസ് കൂടിയതിനെയാണ് മോർ ഇലാസ്റ്റിക് എന്ന് പറയാം. സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. അതുപോലെ സ്ട്രോങ്ങർ എന്ന് പറയുന്നത് അത് തന്നെയാണ്. യങ്സ് മോഡുലസ് കൂടിയ വസ്തുവാണ് മോർ സ്ട്രോങ്. മനസ്സിലായോ? അപ്പൊ ഗ്രാഫിൽ നിന്നൊക്കെ ഏതാണ് കൂടുതൽ സ്ട്രോങ് എന്ന് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഏതാണ് കൂടുതൽ യങ്സ് മോഡുലസ് വരുന്നത് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി ആണെന്ന് വിചാരിക്കുക. ഫോർ എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി, എന്താ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി വളരെ കൂടുതലായത്. അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി ആവുമ്പോൾ യങ്സ് മോഡുലസിന്റെ വില ഇൻഫിനിറ്റി ആയിരിക്കും. നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി ആണെങ്കിലോ, ഇലാസ്റ്റിസിറ്റി ഒട്ടുമില്ലാത്ത പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ആയിട്ടുള്ള വസ്തു ആണെങ്കിൽ അതിന്റെ യങ്സ് മോഡുലസ് എന്തായിരിക്കും? y will be 0. ഓക്കെ, പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി ആണെങ്കിൽ അതിന്റെ യങ്സ് മോഡുലസ് 0 ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഒരു ടൈപ്പ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഡിപ്പെൻഡ് ചെയ്തു. എങ്ങനെ? ലെങ്ത് മാറുമ്പോൾ ഉണ്ടാകുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. ഇനി അടുത്തതാണ് എന്ത്? വോളിയം മാറുമ്പോൾ. വോളിയം മാറുമ്പോഴത്തെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ആണ് അപ്പൊ സെക്കൻഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ എന്താണ് നമുക്ക് കൊടുക്കുക? ബി ഇസ് ഈക്വൽ ടു എന്ത് ഫോർമുല എഴുതാം? വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ. വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന ഫോർമുല പഠിച്ചവർക്ക് പിന്നെ ഇത് വിഷമമൊന്നുമില്ല എഴുതാനായിട്ട്. ഇനി ഇതിന്റെ ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എന്താണ് വോളിയം സ്ട്രെസ്? വോളിയം സ്ട്രെസ്സിന് പകരം നമ്മൾ എന്ത് എടുത്തിട്ടുണ്ട്? ഇറ്റ് മേ ബി റിട്ടൺ ആസ് F/A ന് പകരം എന്തെഴുതാം? പ്രഷർ എന്ന് എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? പ്രഷർ. അപ്പോ P എന്നെഴുതാം. P ബൈ ഡെൽറ്റ V ബൈ V അല്ലെ? ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. അപ്പൊ ഡെൽറ്റ V ബൈ V ആണ് ഇവിടെ വോളിയം സ്ട്രെയിൻ ആയിട്ട് വരുന്നത്. ഈ ചേഞ്ച് വോളിയം ഇത് കംപ്രസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം? കംപ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അമർത്തി ചുരുക്കുക അല്ലെ? ചുരുക്കുമ്പോ ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയത്തിന്റെ വില എന്തായി മാറും? മൈനസ് ആയിട്ട് മാറും. ശരിയല്ലേ? അപ്പൊ ഇതില് നമുക്ക് ഈ ഫോർമുലയിൽ എന്ത് വരും? ഈ ബൈയും ഈ മൈനസ് മുകളിലേക്കൊക്കെ എഴുതി കഴിഞ്ഞാൽ മൈനസ് PV ബൈ ഡെൽറ്റ V. ഇതാണ് ബൾക്ക് മോഡുലസിന്റെ ഫോർമുല. ബൾക്ക് മോഡുലസിൽ ഒരു നെഗറ്റീവ് സൈൻ വരുന്നുണ്ട്. ആ നെഗറ്റീവ് സൈനിനെ നമുക്ക് എന്താണെന്ന് നോക്കാം. എന്താണ് ഈ നെഗറ്റീവ് സൈൻ? നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ്, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. when P increases വോളിയം ഡിക്രീസസ്. P എന്ന് പറഞ്ഞാൽ പ്രഷർ. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യുന്നു. വോളിയം ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? P പോസിറ്റീവായി മാറും, പക്ഷെ ഡെൽറ്റ V എന്തായി മാറും? നെഗറ്റീവായിട്ട് മാറും അല്ലെ? P becomes പോസിറ്റീവ് ആൻഡ് ഡെൽറ്റ V become നെഗറ്റീവ്. ആ ഡെൽറ്റ V നെഗറ്റീവ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വന്നത്. ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ആ വസ്തുവിന്റെ ബൾക്ക് മോഡുലസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ. അപ്പൊ ഫോർ എ സിസ്റ്റം ടു ബി ഇൻ ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്താണ്? ഒരു സന്തുലിതാവസ്ഥ പാലിക്കുന്ന വസ്തുക്കൾ, ഒരു സിസ്റ്റം. അതിന് ഫോർ എ സിസ്റ്റം ടു ബി ഇൻ ഇക്വിലിബ്രിയം ബി മസ്റ്റ് ബി പോസിറ്റീവ്. അപ്പൊ ഒരു വസ്തുവിന്റെ ബൾക്ക് മോഡുലസ് -3.7 × 10⁻10 എന്നൊക്കെ തരാന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണോ അല്ലയോ എന്ന് പറയാൻ നമുക്ക് സാധിക്കും അല്ലെ? മൈനസ് എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയത്തിലല്ല, പ്ലസ് ആവണം ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് വരുന്ന ഇതിൽ പിന്നെ യങ്സ് മോഡ് ഇതിന്റെ യൂണിറ്റ്സ് SI യൂണിറ്റും അതുപോലെ ഡയമെൻഷൻ ഫോർമുലയും ഒന്നും വീണ്ടും പറയണ്ട. കാരണം ഏത് തരം സ്ട്രെസ് ആയാലും സ്ട്രെയിൻ ആയാലും യങ്സ് മോഡുലസ് ആയാലും ബൾക്ക് മോഡുലസ് ആയാലും ഒരേ യൂണിറ്റ്സ് തന്നെയാണ്.
അപ്പൊ ഇതേ യൂണിറ്റ് തന്നെയാണ് നമുക്ക് ഇതിനൊക്കെ വരുന്നത്. അപ്പൊ ഇത് വീണ്ടും ഇനി എഴുതണ്ട. ഓക്കെ, ഇതിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് വേറൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ബൾക്ക് മോഡുലസ് എന്നുള്ള ഇതിൽ നിന്ന് വന്ന ഒരു ക്വാണ്ടിറ്റിയാണ് കംപ്രസിബിലിറ്റി. എത്രത്തോളം ഒരു വസ്തുവിനെ നമുക്ക് കംപ്രസ് ചെയ്യാം, അതിനെ വിളിക്കുന്നതാണ് കംപ്രസിബിലിറ്റി. കംപ്രസിബിലിറ്റിനെ നമ്മൾ കൊടുക്കുന്ന ലെറ്റർ കെ എന്നാണ്. കംപ്രസിബിലിറ്റി ഇത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെ അല്ല കേട്ടോ. കംപ്രസിബിലിറ്റി കെ എന്ന് പറഞ്ഞാൽ 1/b ആണ്. അപ്പൊ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ്, ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. ഇപ്പൊ കംപ്രസിബിലിറ്റി നേരെ വിപരീതമാണ് ബൾക്ക് മോഡുലസിന്റെ. ഓക്കെ, ഇപ്പൊ ബൾക്ക് മോഡുലസ് കംപ്രസ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സോളിഡ്സിനെയാണോ ലിക്വിഡ്സിനെയാണോ ഗ്യാസസിനെയാണോ ഇതിൽ ഏതിനെയാണ് കൂടുതൽ കംപ്രസ് ചെയ്യാൻ പറ്റുക? ഗ്യാസിനെയാണ് അല്ലെ. സോളിഡിനെ അത്ര തന്നെ കംപ്രസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ലിക്വിഡിനെ കംപ്രസ് ചെയ്യാനേ പറ്റില്ല അല്ലെ. അപ്പൊ അതില് ഗ്യാസസിനെ നന്നായി തന്നെ കംപ്രസ് ചെയ്യാം. എന്താണ് കാരണം? ഇതിൽ ഈ ബൾക്ക് മോഡുലസിന്റെ വ്യത്യാസം കൊണ്ടാണ്. അപ്പൊ നമുക്കിവിടെ എന്ത് പറയാം? ബൾക്ക് മോഡുലസ് ഓഫ് സോളിഡ് ഈസ് ഗ്രേറ്റർ ദാൻ ബൾക്ക് മോഡുലസ് ഓഫ് ലിക്വിഡ് ആൻഡ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ബൾക്ക് മോഡുലസ് ഓഫ് ഗ്യാസ്. ഏറ്റവും കുറവ് ബൾക്ക് മോഡുലസ് ഗ്യാസിനാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ കംപ്രസിബിലിറ്റിയും ഗ്യാസിനാണ്. കാരണം ഈ റെസിപ്രോക്കൽ എന്നുള്ള ഒരു ഫോർമുലയാണ് കംപ്രസിബിലിറ്റിക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് യങ്സ് മോഡുലസ്, അടുത്ത ടൈപ്പ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് റിജിഡിറ്റി മോഡുലസ് അഥവാ ഷിയറിംഗ് മോഡുലസ്. തേർഡ് ടൈപ്പ് ഓഫ് മോഡുലൈ ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഷിയർ മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ്. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് റിജിഡിറ്റി മോഡുലസ് എന്നുള്ള ആ ഒരു പേരാണ്. അതിൽ ജി, അതിലത്തെ ജി ആണ് ഈ സിമ്പിൾ ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഫോർമുല നിങ്ങൾക്ക് വേഗം പറയാൻ പറ്റും. കാരണം ഇവിടെ ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ, ഇവിടെ വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ. അപ്പൊ ഇത് അടുത്തത് എന്തായിരിക്കും? ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ അല്ലെ. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനാണ് കമ്പയർ ചെയ്ത് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, വേറെ വേറെ പഠിക്കുന്നേക്കാൾ എളുപ്പമാണ്. ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിനെയാണ് റിജിഡിറ്റി മോഡുലസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനൊരു ഡെഫിനേഷൻ ഉണ്ടാക്കണം. ഈ ബൈ വരുന്നതിന് എങ്ങനെയാണ് നമ്മൾ ഡെഫിനേഷൻ ഉണ്ടാക്കുക? ദ റേഷ്യോ ഓഫ് ഷിയറിംഗ് സ്ട്രെസ് ടു ഷിയറിംഗ് സ്ട്രെയിൻ, അതിനെയാണ് എന്ത് പറയുന്നത്? മോഡുലസ് ഓഫ് റിജിഡിറ്റി മോഡുലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഇതിന്റെ ഒരു ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാം? ഷിയറിംഗ് സ്ട്രെസിന്റെ ഫോർമുല F/A തന്നെയാണ്. ഷിയറിംഗ് സ്ട്രെയിന്റെ ഫോർമുല തീറ്റ എന്നാണ്. അപ്പൊ ഇതെന്താണ്? G is equal to F/A theta. ഇതാണ് ഫോർമുല. ഇതിനും എല്ലാ യങ്സ് മോഡൽസിന്റെ പോലെ തന്നെ ഇതിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ. അതുപോലെ ഡയമെൻഷൻ ഫോർമുല ml⁻⁻1 T⁻². ഇനി അത് വീണ്ടും എഴുതില്ല, ഇത് എല്ലാത്തിനും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇനി സപ്പോസ് ഇഫ് തീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ എൽ, ഇത് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫോർമുലയ്ക്ക് മാറ്റം വരും. എന്താണത്? ദാറ്റ് ഈസ് FL/A ഡെൽറ്റ എക്സ്. ആ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആംഗിൾ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്കിവിടെ നമ്മളിവിടെ പഠിച്ചതിൽ വെച്ച് നോക്കുമ്പോൾ ജിയുടെ വില, റിജിഡിറ്റി മോഡുലസിന്റെ വില യങ്സ് മോഡുലസിന്റെ വിലയേക്കാൾ കുറവാണ്, ലെസ് ആണ്. G ഈസ് ലെസ് ദാൻ യങ്സ് മോഡുലസ് ഫോർ മോസ്റ്റ് മെറ്റീരിയൽസ്. നമുക്ക് ഏകദേശം എല്ലാ വസ്തുക്കൾക്കും തന്നെ ഈ ജിയുടെ വില G is nearly equal to 1/3 of യങ്സ് മോഡുലസ്. Y/3 അത്രയും തന്നെ വിലയേ വരുള്ളൂ. യങ്സ് മോഡുലസിനേക്കാളൊക്കെ കുറവാണ് G. ഒരു സ്പ്രിങ്ങിന്റെ ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് എ സ്പ്രിംഗ് ഈസ് G ആസ് ദ ഷേപ്പ് ഈസ് ചേഞ്ചിങ്. നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. സ്പ്രിങ്ങിന്റെ കേസിൽ, അതായത് ഷിയറിംഗ് സ്ട്രെയിനും അതുപോലെ റിജിഡിറ്റി മോഡുലസ് ഒക്കെ വരുന്ന ഒരു കേസ് ഏതാണ്, ഒരു എക്സാമ്പിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സ്പ്രിംഗ് ആണ്. ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് എ സ്പ്രിംഗ് ഈസ് G. എന്തുകൊണ്ടാണ്? ആസ് ദ ഷേപ്പ് ഈസ് ചേഞ്ചിങ്. സ്പ്രിംഗിൽ ഒരു ലോഡ് ഇടുമ്പോൾ അതില് എന്താണ് മാറുന്നത്? ലെങ്തോ വോളിയോ ഒന്നല്ല മാറുന്നത്, അതിന്റെ ഷേപ്പാണ്
മാറുന്നത്. അതുകൊണ്ട് തന്നെ അതിലുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് G ആണ്, റിജിഡിറ്റി മോഡുലസ് ആണ്. അപ്പൊ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റീസ്. ഇനി ഇതിന്റെ കൂടെ തന്നെ വരുന്ന മറ്റൊരു ക്വാണ്ടിറ്റിയാണ് പോയ്സൺസ് റേഷ്യോ. ഇതിന് സിഗ്മ എന്നൊരു ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇതിന്റെ പേര് വായിക്കേണ്ടത് എങ്ങനെയാണ്? സിഗ്മ. ഇതിനെ വിളിക്കുന്നത് സിഗ്മ എന്നാണ് കേട്ടോ. ഇനി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു പോയ്സൺസ് റേഷ്യോ എടുക്കേണ്ട സന്ദർഭം ഏതാണ്? നമ്മൾ ഒരു വസ്തുവിനെ വലിച്ചു നീട്ടുമ്പോൾ അതിന്റെ ലെങ്ത് കൂടുന്നു. പക്ഷെ എന്ത് ചെയ്യും? റബ്ബർ ബാൻഡ് വലിക്കുമ്പോൾ ആലോചിച്ച് നോക്കിയേ, റബ്ബർ ബാൻഡിന്റെ നീളം കൂടും അല്ലെ? നീളം കൂടും. ഇപ്പൊ ഇങ്ങനെ ഇത്ര കട്ടി ഉണ്ടായിരുന്ന ഒരു റബ്ബർ ബാൻഡ് ആണെങ്കിൽ ഇത് വലിച്ചു നീട്ടുമ്പോൾ എന്ത് സംഭവിക്കും? നീളം കൂടും, പക്ഷെ ഇതിന്റെ തിക്നെസ് കുറയുന്നു അല്ലെ? അതായത് ഇതിന്റെ നീളത്തിലുള്ള വ്യത്യാസം, ഈ നീളത്തില് വരുന്ന മാറ്റത്തിനെ പറയുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. നീളത്തിലുണ്ടായ മാറ്റത്തിന് പറയുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. പക്ഷെ ഇതിന്റെ ഏരിയ ഇവിടെ ഈ ഡയമീറ്റർ ചെറുതായി ഇവിടെ അല്ലെ, അതിന് പറയുന്ന പേരാണ് ലാറ്ററൽ സ്ട്രെയിൻ. രണ്ട് തരം സ്ട്രെയിൻ ഇവിടെ ഉണ്ട്. ഒന്ന് ഇങ്ങനെ നീളത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം, നീളം കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുന്ന വ്യത്യാസത്തിന് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് അവിടെ ഉണ്ടാക്കിയത് എന്ന് പറയാം. പക്ഷെ അതോടൊപ്പം തന്നെ ഇതിന്റെ ഡയമീറ്റർ കുറഞ്ഞു, ഇതിന്റെ തിക്നെസ് കുറഞ്ഞു. ആ തിക്നെസ്സിലുള്ള വ്യത്യാസത്തെ ലാറ്ററൽ സ്ട്രെയിൻ കൊണ്ടാണ് സൂചിപ്പിക്കുക. അപ്പൊ രണ്ട് തരത്തിലുള്ള സ്ട്രെയിൻ അവിടെ വരുന്നുണ്ട്, ലാറ്ററൽ സ്ട്രെയിനും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. പോയ്സൺസ് റേഷ്യോ സിഗ്മ ഇസ് ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇതാണ് പോയ്സൺസ് റേഷ്യോയുടെ ഡെഫിനിഷൻ ഉണ്ടാക്കാനുള്ള ഒരു ഇക്വേഷൻ. എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാറ്ററൽ സ്ട്രെയിൻ ചേഞ്ച് ഇൻ ഡയമീറ്റർ ബൈ ഒറിജിനൽ ഡയമീറ്റർ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ ചേഞ്ച് ഇൻ ബൈ ഒറിജിനൽ എന്നാണ് അല്ലെ? എന്താണ് ചേഞ്ചിന് ശേഷം എഴുതേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ചേഞ്ച് എന്തിലാ വന്നത്? ചേഞ്ച് ഇൻ ഡയമീറ്റർ. തിക്നെസ് മാറുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയമീറ്റർ മാറുക എന്നാണ് അർത്ഥം. ബൈ ഒറിജിനൽ ഡയമീറ്റർ. അപ്പൊ ഇതിനെ നമുക്ക് ഡയമീറ്റർ എന്ന് ഡി എന്ന് എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ ഡി ബൈ ഡി എന്ന് എഴുതാം. ഓക്കെ. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ നമുക്ക് അറിയാം, എങ്കിലും ഒന്നുകൂടി എഴുതി വെക്കാം. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്തിനെ നേരത്തെ സിമ്പിൾ ഉപയോഗിച്ച് അതേപോലെ തന്നെ എഴുതാം. എന്താണ്? ഡെൽറ്റ എൽ ബൈ എൽ. ഇനി ഇത് രണ്ടും ഈ സിഗ്മയിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ സിഗ്മ എന്തായി മാറും? therefore സിഗ്മ is equal to ഡെൽറ്റ ഡി ബൈ ഡി ബൈ ഡെൽറ്റ എൽ ബൈ എൽ. പോയ്സൺസ് റേഷ്യോയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് എന്താണ്? ഡെൽറ്റ ഡി എൽ ബൈ ഡെൽറ്റ എൽ ഡി. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇതിന് നോ SI യൂണിറ്റ് അല്ലെ? ഇവിടെ ഡി ഉണ്ടെങ്കിൽ ഇവിടെ ഡി ഉണ്ട്. അപ്പൊ ഡയമീറ്ററിന്റെ ഫോർമുല തമ്മില് യൂണിറ്റ്സ് തമ്മില് കട്ട് ചെയ്തു പോകും. അതുപോലെ ലെങ്ത് അപ്പൊ രണ്ടും കട്ട് ചെയ്തു പോകും. അപ്പൊ അതുകൊണ്ട് നോ SI യൂണിറ്റ് ആൻഡ് നോ ഡയമെൻഷണൽ യൂണിറ്റ് അല്ലെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല. ശരിക്കും ഇതിന്റെ പ്രാക്ടിക്കൽ വാല്യൂ ഒരു 0 മുതൽ 0.5 വരെയാണ്, അതിനിടയ്ക്കാണ് ഉള്ളത്. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? 3 ടൈപ്സ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ, അതുകൊണ്ട് തന്നെ 3 ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റീസ് അല്ലെ? യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്. അതുകൂടാതെ നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റേഷ്യോ കൂടി പഠിച്ചു, പോയ്സൺസ് റേഷ്യോ. അത് ലെങ്ത് മാറുന്നതനുസരിച്ച് ഡയമീറ്റർ മാറുന്നത് കൊണ്ട് അത് രണ്ടും കൂടി കണക്കിലെടുത്തിട്ടാണ് പോയ്സൺസ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇന്നത്തേക്ക് നിർത്താം. താങ്ക് യു.